മാപ്പിളപ്പാട്ട് നടക്കുന്ന ടൗൺ ഹാളിൽ വിജയികളായവരെ തപ്പി നടക്കുന്നതിനിടെയാണ് ഷാജഹാൻ ഞങ്ങളുടെ ക്യാമറ കണ്ണിൽപ്പെട്ടത്. സ്ഥലപരിമിതിക്കുള്ളിൽ മത്സരാർത്ഥികളും കാണികളും തിങ്ങി നിറഞ്ഞ് വേദിക്കും സദസ്സിനുമിപ്പുറം അക്ഷമയോടെ എന്തോ തിരയുന്നൊരാൾ. വൈകല്യം തളർത്തിയ കാലിനെ അവഗണിച്ചും കൈകൾ കുത്തി പരിശ്രമിച്ചു നീങ്ങുന്ന ഷാജഹാൻ കലോത്സവ വേദിയിലെത്തിയത് മാപ്പിളപ്പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണത്രേ. കോഴിക്കോട് കലോത്സവം എത്തിയെന്നറിഞ്ഞതോടെ ഒന്നും നോക്കിയില്ല. മെഡിക്കൽ കോളേജിലെ വീട്ടിൽ നിന്നും നേരെ വണ്ടി തിരിച്ചു ടൗൺഹാളിൽ മാപ്പിളപ്പാട്ട് വേദിയിലേക്ക്. തിരക്കിനെ തീർത്തും അവഗണിച്ച് വേദിയുടെ തിരക്കിൽ മത്സരം തുടങ്ങാൻ കാത്തിരിപ്പായി. മാപ്പിളപ്പാട്ടിന്റെ തനിമ ചോരാത്ത പഴയ പാട്ടിനോടാണ് കക്ഷിക്ക് ഏറെ പ്രിയം. തട്ടുപൊളിപ്പൻ പാട്ടുകളോടുള്ള ഇഷ്ടക്കുറവ് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് മത്സരം കാണാനായിട്ട് വന്നതാണ്. വണ്ടി ഉണ്ടായിരുന്നു, വണ്ടി ഉള്ളിലേക്ക് കയറ്റുന്നില്ല, പുറത്ത് വെച്ച് വന്നതാണ്. ഇവിടെ എടുക്കാൻ കഴിയുന്നില്ല, കാണാൻ പറ്റുന്നില്ല. പക്ഷെ പരിപാടി ദൂരെ നിന്ന് കേട്ടുന്നല്ലാണ്ട് കാണാൻ പറ്റിയില്ല. പഴയ പാട്ടാണ് നല്ലത്, പുതിയ പാട്ട് വെറുതെ വരെ ഉണ്ടാക്കി പാടുന്നതല്ലേ. പഴയതല്ലേ നല്ല കേൾക്കാനും അതുപോലെ തന്നെ നമ്മൾ ആസ്വദിക്കാൻ പറ്റിയ പഴയ പാട്ടുകളോടാണ്. പത്ര ഏജന്റായി ജോലി ചെയ്തു വരുന്ന ഷാജഹാൻ തന്റെ വൈകല്യത്തെ മറന്നുകൊണ്ടാണ് സാധാരണക്കാരിൽ ഒരാളാവുന്നത്. വേദിയിൽ മാപ്പിളപ്പാട്ടിന്റെ അനൗൺസ്മെന്റ് വന്നതോടെ താളമിട്ട ഇശലുകൾ ആസ്വദിക്കാൻ ഷാജഹാൻ തിരക്കിലേക്ക് മറഞ്ഞു. വൈകല്യങ്ങൾ പോലും മറന്നാണ് ഷാജഹാൻ കലോത്സവ നഗരിയിൽ മാപ്പിളപ്പാട്ട് ആസ്വദിക്കാൻ എത്തിയിരിക്കുന്നത്. ഷാജഹാനെ പോലുള്ള ഒരാളുടെ സാന്നിധ്യം മാത്രം മതി മത്സരാർത്ഥികൾക്ക് ഊർജം പകരാൻ. നഗർ ക്യാമറമാൻ നസ്രുൽ ഹക്കിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, ടൈം ന്യൂസ്.